ഈ ഒരു വേളയിൽ നമ്മളിവിടെ സംസാരിക്കുന്നത് ഹദിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എപ്രകാരമായിരുന്നു എന്ന കാര്യമാണ്. റമദാൻ ആവുമ്പോൾ, റമദാൻ്റെ കുറേ മുമ്പ് തന്നെ അഹ്ലൻ റമദാൻ എന്ന പേരിൽ നമ്മൾ നോമ്പിൻ്റെയും റമദാനിൻ്റെയും ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ മനസ്സിലാക്കിയവരാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ വിഖ്യാതമായ ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ്. ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിഷയങ്ങളിലുമുള്ള പ്രവാചക ചര്യകൾ, റസൂലുള്ളാഹിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു, പ്രവാചകൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പും റമദാനും എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന വലിയ ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനും നോമ്പും എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം, നമുക്കാണ് നോമ്പ് നോറ്റാൽ പോരെ, നമുക്കങ്ങ് തറാവീഹ് നമസ്കരിച്ചാൽ പോരെ, എന്തിനാണ് ഈ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ നിർത്തുന്നത്? എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ചെയ്യണമെന്ന് പറയുന്നത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ താല്പര്യമാണ് അല്ലാഹുവിൻ്റെ റസൂൽ തഅതുഹു ബിമാ അമറ വജ്തിനാബുഹു ബിമാ നഹാ അൻഹു വസജറ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയും. എന്താ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ? ത്വഅതുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. എന്ത് വിഷയത്തിൽ? ഫീമാ അമർ, നബി എന്തൊരു കാര്യം കൽപ്പിച്ചുവോ ആ വിഷയത്തിൽ. വജ്തിനാബുഹു ബിമാ നഹാ അൻഹു വസജർ, റസൂലുള്ള ഒരു കാര്യം വിലക്കിയോ അതിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കലാണ്. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നുവോ അതുപോലെ ആരാധിക്കണം. നാട്ടുനടപ്പ്, ഭൂരിപക്ഷം, ഏതെങ്കിലും ഒരു രാജ്യം, കാക്കക്കാരണവന്മാരും താവഴികളും അവരൊക്കെ ചെയ്തു വന്നൊരു വഴി അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദു അന്നി മനാസികക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നോമ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അതിമഹത്തായ മാതൃകയുണ്ട്. ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിമഹത്തായ മാതൃകയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നോമ്പ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് റമദാനെ സ്വാഗതം ചെയ്തിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു സഹാബിമാരെ ഈ റമദാനാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്തെല്ലാം കാര്യങ്ങളിലേക്കായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് എന്നത് അറിയൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമാണ്, ബാധ്യതയാണ്. റമദാൻ ആകുമ്പോൾ തന്നെ ഒരു ബിശാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു എന്നാണ്, സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു എന്നാണ്.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അതാകും ഷഹ്റുൻ മുബാറകുൻ, അതാകും ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറകുൻ. സ്വഹാബിമാരോട് പറയുന്നു, ഇതാ കൂട്ടരെ, നിങ്ങൾക്ക് റമളാൻ കടന്നു വരുന്നു. ആ റമളാന്റെ മഹത്വമായി പറഞ്ഞത് ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസമാണ്. മുബാറക് എന്ന് പറഞ്ഞ സിയാദത്തുൽ ഖൈർ, ഒട്ടനവധി ഖൈറുകൾ ചെയ്യാനുള്ള, ഖൈറിന്റെ വർധനവിനുള്ള ഒരു മാസമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, സൂറത്ത് ദുഖാനിലൂടെ ഈ റമദാനിൻ്റെയും ഈ വിശുദ്ധ ഖുർആന്റെയും അതിൻ്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചത് മുബാറക്കായ അനുഗ്രഹീതമായ ഒരു രാവിലാകുന്നു. അപ്പോൾ സഹാബിമാരിൽ നോമ്പെടുക്കുവാനുള്ള താല്പര്യം ജനിപ്പിക്കുക. തുടക്കത്തിലെ ഇതിൻ്റെ പുണ്യങ്ങളും ഇതിൻ്റെ മഹത്വങ്ങളും ഇതിൻ്റെ ശ്രേഷ്ഠതകളും കടന്നു വരാനിരിക്കുന്ന അതിഥിയുടെ ശ്രേഷ്ഠതയുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ മാസത്തിൽ നോമ്പെടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകാഗ്നിയുടെ കവാടങ്ങൾ അടക്കപ്പെടുന്നു. മറദത്തുൽ ജിന്നിനെ കെട്ടിയിടപ്പെടുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായൊരു മാസം ഈ ഒരു റമദാനിലുണ്ട്. മൻ ഹുരിമ ഖൈറുഹാ, ഈ മാസത്തിൽ ഖൈർ ചെയ്യുവാനും നന്മ ചെയ്യുവാനും ഇതിലൂടെ റബ്ബിലേക്ക് അടുക്കുവാനും ആർക്കെങ്കിലും തടസ്സം നേരിട്ടുവെങ്കിൽ അവൻ എല്ലാ നന്മകളിലും തടയപ്പെട്ടവൻ തന്നെയാകുന്നു എന്ന് റമദാൻ ആകുമ്പോൾ മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു എന്നാണ്. കടന്നു വരാനിരിക്കുന്ന ആളിൻ്റെ മഹത്വം അറിയുമ്പോഴാണല്ലോ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ ഉന്മേഷമുണ്ടായിത്തീരുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ അഹ്ലൻ റമദാനിൽ പലപ്പോഴും കേട്ടതാണ് 1-2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, നോമ്പിൻ്റെ മാത്രം മഹത്വം എടുത്ത് നോക്ക് നിങ്ങൾ. റസൂൽ എന്താ പറഞ്ഞത്? ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ, മെൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അത് റമദാനിലെ നോമ്പാണെന്ന് പറഞ്ഞില്ല, മറ്റു സുന്നത്ത് നോമ്പ് എന്നല്ല, ഒരു നോമ്പ്. പക്ഷേ നോമ്പ് നോൽക്കുമ്പോഴുള്ള നീയത്ത് എന്താണ്? മെൻ സ്വാമ ഈമാനം വഹ്തിസാബൻ, തൗഹീദ് അനുസരിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി നല്ല ഈമാനോടുകൂടി ഷിർക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ നോമ്പ് അനുഷ്ഠിച്ചു. പിന്നെയോ വഹ്തിസാബൻ, ഞാൻ ഈ വികാരങ്ങളെയും അന്നപാനീയങ്ങളെയും പ്രഭാതം മുതൽ പ്രദോഷം വരെ അകറ്റി നിർത്തുന്നത്, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, റബ്ബേ ഈ ത്യാഗത്തിന് നിന്റെ പ്രതിഫലം വേണം, എനിക്ക് നിന്റെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നീ ഇതിന് പ്രതിഫലം തരും എന്ന നീയത്തോടുകൂടി ഒരാൾ ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞ 70 വയസ്സുള്ള ആളാണെങ്കിൽ അയാളുടെ 70 വർഷത്തെയും ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. മെൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അങ്ങനെ ഈമാനോടും ഇഹ്തിസാബോടും കൂടിയുള്ള നോമ്പ് അത് ഒരാൾ ഒരു ദിവസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു ബൈനഹു, അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 70 വർഷം ദൂരമുണ്ടായിരിക്കുമെന്ന്. നരകത്തിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തപ്പെടും, അകറ്റി നിർത്തപ്പെടും. എന്ത് ചെയ്താൽ? ഒരു നോമ്പ് നോറ്റ് 70 വർഷത്തെ ദൂരമായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നോമ്പ് എന്ന് പറയുമ്പോൾ ഈ റമദാനിലുള്ള ഒരു 29-30 നോമ്പ് മാത്രമല്ല, ഇതല്ലാത്ത കുറേ നോമ്പുകളുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും കഴിഞ്ഞ ശഅബാൻ മാസത്തിൽ കൂടുതലായ നോമ്പ് റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. റമദാൻ കഴിഞ്ഞ് ശവ്വാലായ ഒരു 6 നോമ്പുണ്ട്. ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീൽ, പൗർണമീരാവിൻ്റെ ദിവസങ്ങളിലെ അയ്യാമുൽ ബീൽ,
അതേപോലെ തന്നെ അറഫ ദിവസം 9, അറഫയുടെ ദുൽഹജ്ജ് 9 നോമ്പ്, ആഷൂറാൻ്റെ മുഹറം 9-നും 10-നുമുള്ള നോമ്പ്, ഇങ്ങനെയൊക്കെ നോമ്പ് നോൽക്കുക. എപ്പോഴും നമ്മൾ പറയാറുണ്ട് അള്ളാഹ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക. ഇവിടെ വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ തുറക്കുമ്പോൾ ചില സീസണുകൾ ഓഫർ എന്ന് എഴുതി വെക്കും. അള്ളാഹുവിൻ്റെ ഓഫറിൻ്റെ പ്രത്യേകത എപ്പോഴും ഓപ്പണാണ്. എങ്ങനെയാണ്? ഒന്ന് ചെയ്താൽ മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നന്മ വിചാരിച്ചു ചെയ്യാനും, ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, ഫഅമിലഹ, ആ നന്മ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന കൂലി എത്രയെന്നറിയോ? 1-ന് 1 അല്ല, 1-ന് 2 അല്ല, 1-ന് 3 അല്ല, ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 1 ചെയ്താൽ 10. പിന്നെയോ അതിങ്ങനെ കൂടി 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 വർദ്ധിച്ചു വരും. അവൻ്റെ നീയത്ത്, അവൻ്റെ ഇഖ്ലാസ്, അവൻ്റെ താല്പര്യം, അവൻ്റെ തഖ്വ, ഇതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി ഇലാ 700 ളഅഫിൻ, 700 ഇരട്ടി വരെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഓഫറിൻ്റെ മാസം. എല്ലാ സമയത്തും ഓഫറാണ്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. ആ പള്ളിപ്പിരി ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ തപ്പി നോക്കി ഒരു 100 റുപ്യ കൊടുക്കണം. പക്ഷേ പോക്കറ്റിൽ പൈസ എടുത്തിട്ടില്ല. പൈസ പടച്ചോനെ ഇനി എന്താ ചെയ്യുക? നീ പ്രശ്നമാക്കണ്ട, നിനക്കതിന് കൂലിയുണ്ട്. ഒരു ഹസനത്ത് നിനക്ക് രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എപ്പോഴുള്ള ഓഫറാണ്. എന്നാൽ ചില പ്രത്യേക ആരാധനക്ക് കൂടുതൽ ഓഫർ, ചില പ്രത്യേക സമയങ്ങളിലുള്ള ആരാധനകൾക്ക് പ്രത്യേക ഓഫർ, ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള ആരാധനകൾക്ക് പ്രത്യേകമായി ഇരട്ടിയായ കൂലി. അപ്പോൾ ഒരു നോമ്പ് നോറ്റാളുടെ കൂലി ആലോചിച്ച് നോക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 60 വയസ്സ് വരെ ജീവിച്ച ആൾ, അയാളൊരു 40-45 കൊല്ലം, ഒരു 50 കൊല്ലം വിചാരിച്ചോളും, 50 കൊല്ലം റമദാനിലെ മുഴുവൻ നോമ്പ് നോറ്റു. അത് കൂടാതെ സുന്നത്ത് നോമ്പൊക്കെ പരമാവധി നോറ്റിയിരുന്നു. അയാൾ നരകത്തിൽ എത്രമാത്രം വിദൂരമായിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിലാണ് കയറാതെ സ്വർഗാവകാശിയാകണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനു വേണ്ടിയാണല്ലോ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത്. റസൂലുള്ളാഹി ഒരു നോമ്പിൻ്റെ മഹത്വമായി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, അവൻ്റെയും ഒരു നോമ്പ് നോറ്റാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ വലിയ ഒരു കിടങ്ങാണ്. ആ കിടങ്ങിൻ്റെ വീതി എത്രയെന്നറിയോ? ഭൂമിയും ആകാശവും തമ്മിൽ എത്രമാത്രം വിദൂരമുണ്ടോ അത്രമാത്രം വിദൂരതയിലായിരിക്കും അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ആ കിടങ്ങിൻ്റെ വീതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ്. അതുകൊണ്ടാണ് ചില സഹാബിമാരൊക്കെ നബിയെ നിങ്ങളൊരു അമല് പറഞ്ഞു എനിക്ക് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ അബൂ ഉമാമയോട് റസൂലുള്ളാഹി പറഞ്ഞു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ്, അബൂ ഉമാമ നോമ്പ് നോറ്റോളിയും, അതുപോലെ മറ്റൊന്നുമില്ല എന്നാണ്. അതുപോലെ മറ്റൊന്നുമില്ല എന്നാണ്. കാരണം നോമ്പിൽ ഇഖ്ലാസ് കുറച്ച് കൂടുതലുണ്ടാവും. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ റിയാഇനും സുംഅത്തിനും വേണ്ടി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിസ്കരിക്കുമ്പോൾ യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, കപടന്മാരുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ അവരെന്തിനാ നിസ്കരിക്കുക? പള്ളിക്ക് വരും, ജമാഅത്തിന് ചിലപ്പോഴൊക്കെ വരും, പക്ഷേ യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത് എന്നാണ്. അതേപോലെ സദഖ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ അറിയട്ടെ എന്ന ഒരു രോഗം കടന്നു വരാനുള്ള സാധ്യതയാണ്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും, കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരന് പോലും ഈ മനുഷ്യൻ ഇന്ന് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അത്രമാത്രം ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മാർത്ഥതയുടെ പര്യായമാണ് നോമ്പ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒരു ഖുദ്സിയ ഹദീസിലൂടെ പറഞ്ഞു, അല്ലാഹ് പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്. കുല്ലു അമലി ബിനി ആദമ ലഹ്, ആദം സന്തതിയുടെ അമലുകളൊക്കെ അവനുള്ളതാ. പക്ഷേ ഇല്ല സൗം ഫഇന്നഹു, നോമ്പ് എനിക്കാണ്. ആ നോമ്പിന് ഞാൻ കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം തരും. ആർക്കും അറിയില്ല അതിനെത്ര കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ 700 ഇരട്ടിയുടെയും അപ്പുറമാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ ഈ മഹത്വം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെയാണ് ഈ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാത്ത ചില ചെറുപ്പക്കാരുണ്ടായിത്തീരുക? ഇങ്ങനെ നോമ്പിൻ്റെ മഹത്വങ്ങൾ നിരവധിയാണ്. അതേപോലെ നിങ്ങൾ റമദാനിൻ്റെ മഹത്വം, റമദാനായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, സ്വർഗ കവാടം തുറക്കപ്പെട്ടു, നരകവാടം അടക്കപ്പെട്ടു, പിശാചിനെ ചെങ്ങലക്കിടപ്പെട്ടു. യാ ബാഖിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ കടന്നു വരൂ. വയാ ബാഖിയശ് ശർരി അഖ്സിർ, തിന്മയിലൂടെ അനിശ്ചിതം നടക്കുന്നവരെ നിർത്തൂ നിങ്ങളുടെ ഏർപ്പാട്, മതിയാക്കുക നിങ്ങളുടെ ഏർപ്പാട്. കാരണം ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായൊരു മാസമാണ് കടന്നു വന്നിരിക്കുന്നത്. ഇത് ഇനി തിന്മകൾ പ്രവർത്തിക്കാൻ പാടില്ല. അത്രമാത്രം മഹത്വമാണ് ഈ റമദാൻ മാസത്തിനുള്ളത്. റമദാൻ മാസത്തിന് മഹത്വം ലൈലത്തുൽ ഖദ്ർ മാത്രം മതി. അല്ലാഹ് ചോദിക്കുക, നമ്മളോടാ ചോദിക്കുന്നത്. ഖുർആൻ ഇറക്കിയത് അള്ളയാണ്, ലൈലത്തുൽ ഖദ്ർ ഇറക്കിയത്. എന്നിട്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കി തരാൻ വേണ്ടി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എടോ നിനക്ക് അറിയോ എന്താ ഈ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യകരമാണ്. ആ ലൈലത്തുൽ ഖദ്റിലെങ്ങാനും മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ, നല്ല ഈമാനോടുകൂടി ഒരു ശിർക്കുമില്ലാത്തവനായി റബ്ബിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി റബ്ബെനിക്ക് കൂലി തരും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അന്നൊരു ദിവസം അയാൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, ഒരൊറ്റ ദിവസത്തെ ഖിയാമുൽ ലൈൽ, ലൈലത്തുൽ ഖദ്ർ, അവൻ്റെ കഴിഞ്ഞു പോയ സകലമാന ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ, നമ്മളൊക്കെ മനുഷ്യരാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദമിൻ്റെ സന്തതികളും പാപത്തിലൂടെ സഞ്ചരിക്കുന്നവരാ. ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണമെങ്കിൽ, നമ്മളെങ്ങാനും ചെയ്ത തിന്മക്കനുസരിച്ച് റബ്ബെങ്ങാനും പിടികൂടുകയാണെങ്കിൽ, ഫമൻ യഅമൽ മിസ്ഖാല ദർറതൻ ശർറൻ യറ, തിന്മ അണുമണി തൂക്കമാണെങ്കിൽ നാളെ പരലോകത്ത് കാണുമെങ്കിൽ, ദുനിയാവിൽ നിന്ന് പിടികൂടുകയാണെങ്കിൽ, മനുഷ്യന്റെ അക്രമം കാരണം അല്ലാഹ് ദുനിയാവിൽ അവൻ അക്രമം ചെയ്ത ഉടനെ തന്നെ പിടികൂടുകയാണെങ്കിൽ, ഭൂമുഖത്തൊരു മനുഷ്യനെന്നല്ല ഒരു ജന്തുവിന് പോലും ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമായിരുന്നു എന്ന്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, മനുഷ്യൻ എന്ത് തോന്നിയവാസയായാലും ശരി, ഒരു നിശ്ചിത കാലത്തേക്ക് അള്ളാഹു അവനെങ്ങനെ അയച്ചു വിട്ടുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പാപങ്ങളൊക്കെ പുറത്തു തരാൻ, പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക ഓഫർ. ഒരൊറ്റ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു, ചെറിയ പാപങ്ങളൊക്കെ പോയി. അപ്പം നമ്മളെ ജീവിതത്തിൽ ഒരു 15 ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? പണ്ട് കാലത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തൊക്കെ 950 1000 വർഷമൊക്കെ മനുഷ്യൻ ജീവിച്ചു. അത്രയും കാലം അവർ ഇബാദത്തെടുത്തു. അത്രയും കാലം ഇബാദത്തെടുത്ത മനുഷ്യർ സ്വർഗത്ത് പോകുമ്പോൾ അതേ സ്വർഗത്തിലാണ് ഈ 50 80 വയസ്സ് ജീവിക്കുന്ന നമ്മൾക്ക് പോകേണ്ടതെങ്കിൽ, നീതിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇവിടെ ചില ഓഫറുകൾ പ്രഖ്യാപിച്ചു. അതിൽപ്പെട്ട പല ഓഫറുകൾ ഒന്നാണ് ഈ റമദാൻ മാസം, ലൈലത്തുൽ ഖദ്ർ എന്നാണ്. സഹോദരങ്ങളെ, ഈ ലൈലത്തുൽ ഖദ്ർ മുതലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 മഹത്വം നമ്മൾ മനസ്സിലാക്കാം. റമദാൻ്റെ മഹത്വം, അതേപോലെ തന്നെ നോമ്പിൻ്റെ മഹത്വവും മനസ്സിലാക്കി അതിന് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നീട് നമ്മൾ ആരും നിയന്ത്രിക്കേണ്ടി വരും. നമ്മൾ സ്വയം ഒരു സംഭാവന ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ നിർബന്ധിച്ച് പറയാതെ സ്വയം നമ്മൾ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കും. റമദാൻ എത്രമാത്രം കഠിനമായ ചൂടായിരുന്നാലും, എത്ര പ്രയാസകരമായ ജോലിയായിരുന്നാലും ശരി, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എല്ലാ സമയത്തും പല ജോലികളുമാണെങ്കിലും റമദാനാണ് റബ്ബേ, ഇതിലെനിക്ക് എൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജമാഅത്തായി തന്നെ നിർവഹിക്കണം, അതിനെൻ്റെ ജോലിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഞാൻ വരുത്തട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നയരേഖയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? റമദാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഇതാ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഈ റമദാൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമൊക്കെ സ്വഹാബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ
റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, റമദാനിൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ പ്രത്യേകമായ സുന്നത്ത് നോമ്പ് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. യൗമുശ്ശക് അത് റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഹദിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ശഅബാൻ 28, 29 ദിവസങ്ങളിൽ അന്ന് ഞാൻ ഒരു നോമ്പ് നോൽക്കട്ടെ, അല്ലെ ഇങ്ങനെ ഒരു ഒസ്വാസ്. ഇന്ന് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ മാസം ഉണ്ടായിട്ടുണ്ടാവും, മനുഷ്യന്മാർ കാണാത്തോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ റമദാനായാലോ ആണ് കിടക്കട്ടെ, കിട്ടുകയാണെങ്കിൽ റമദാന്, അല്ലെ ശഅബാൻ 30 എന്ന് പറഞ്ഞ് അങ്ങനെ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നന്മ ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി കുറേ പറഞ്ഞു. ഫീ ഖുലിഖ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും ആദം നബിയെ സ്വർഗത്തിലാക്കിയതും ആദം നബിയെ സ്വർഗത്തിൽ പുറത്താക്കിയതും, ഫീഹി സഅ, ആ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്തെങ്ങാനും ഒരാൾ ദ്വാർന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനക്കെല്ലാം ഉത്തരം നൽകും. ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വലാ തഖ്തസ്സു, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി, വെള്ളിയാഴ്ച രാവിൽ അഥവാ വ്യാഴാഴ്ച രാത്രി പ്രത്യേകമായി ഖിയാമുൽ ലൈൽ നിസ്കരിക്കരുത്, വെള്ളിയാഴ്ച മാത്രമായി നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞു. ഇതുപോലെ റമദാന്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫൽയസും. സാധാരണ ആയി ഒരാൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കുന്ന ആളാണ്, അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്ന ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അന്ന് ശഅബാൻ മാസം 28, 29 അല്ലെ 29, 30 അതൊരു തിങ്കളാഴ്ചയായി വ്യാഴാഴ്ചയായി എന്ന് കണ്ടാൽ അയാൾക്ക് ആ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കാം എന്നല്ലാതെ മറ്റുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടാണ്. ഇനി ഒരു മാസമായി എന്ന് എങ്ങനെ ഉറപ്പിക്കുക? നമ്മുടെ നാട്ടിൽ എന്നും പ്രശ്നമാണ്. റമദാൻ ആയാലും പ്രശ്നമാണ്, പെരുന്നാളായി കഴിഞ്ഞാലും പ്രശ്നമാണ്, വലിയൊരുന്നാളിനും പ്രശ്നമാണ്. പല ജാതി ആളുകളാണ് മാസം കാണലുമായി ബന്ധപ്പെട്ട്. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ മാസം കാണുന്ന വേണ്ട, ആകാശത്തേക്ക് നോക്കണ്ട, കലണ്ടർക്ക് നോക്കിയാൽ മതി, ആകാശത്തേക്ക് നോക്കണ്ട, മൊബൈൽ നോക്കിയാൽ മതി, ആകാശത്തിൽ നോക്കണ്ട, പിന്നീട് ശാസ്ത്രം നോക്കിയാൽ മതി. അത് പഴയ കാലത്ത് അള്ളാഹു റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ശാസ്ത്രമൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് അന്നിങ്ങനെ പറഞ്ഞ ഞങ്ങൾ മാനത്തേക്ക് നോക്കിക്കോളിയും. ഫൈൻ അലൈക്കും, മേഘാവൃതമായി കഴിഞ്ഞാൽ 29 മേഘാവൃതമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 30 കണക്കാക്കുക എന്ന് പഴയ കാലത്ത് പറഞ്ഞതാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഹദി, പ്രവാചകന്റെ ചര്യ എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഏതാനും കുറച്ച് ദിവസത്തിന് വേണ്ടി വന്നല്ലോ, മറിച്ച് മനുഷ്യൻ പഴയകാലത്തും മനുഷ്യൻ എത്രമാത്രം പുരോഗമിച്ചാലും ഇനി ഇന്നെന്ത് പുരോഗതി അതിൻ്റെ അപ്പുറം ആയി കഴിഞ്ഞാലും അതെല്ലാം അറിയുന്ന, അതിനെയെല്ലാം സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ്റെ ദീനാണ്. ആ റബ്ബിനറിയില്ലേ? അലാ യഅലം, മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ മനസ്സുകളെ സൃഷ്ടിച്ച അള്ളാഹുവിന് അറിയില്ലേ അവന് അനുയോജ്യമായ നിയമങ്ങൾ എന്താണ് എന്നുള്ളത്? അപ്പോൾ സാർവകാലീനവും സാർവജനീനവും എന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എല്ലാ ആളുകൾക്കും അറിയേണ്ടതും ഏത് കാലത്തുള്ള ആളുകൾക്കും അനുയോജ്യവുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സൂമൂ ലിറുയതിഹി, മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുക. വഅഫ്തിറൂ ലിറുയതിഹി, മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുക. എന്നിട്ടോ ഫൈൻ ഗുബിയ അലൈക്കും, മറ്റു ചില റിപ്പോർട്ടുകൾ ഫൈൻ ഗുമ്മ അലൈക്കും, മേഘാവൃതമാണ് 29 അന്ന്, ശഅബാൻ 29 അന്ന്, റംസാൻ 29 അന്ന്, അപ്പൊ മേഘാവൃതമാണ്, അന്ന് മാസം കണ്ടിട്ടില്ല
എങ്കിൽ എന്ത് ചെയ്യണം? ഫക്മിലു ഇദ്ദത ശഅബാന 30. ശഅബാൻ 29 അന്ന് മേഘാവൃത ആകാശത്തേക്ക് നോക്കിയപ്പോൾ മേഘാണ്, ചന്ദ്രൻ കാണാൻ കഴിയുന്നില്ല. ചന്ദ്രൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അള്ളാഹു അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുമില്ല. മേഘാവൃതമായി കഴിഞ്ഞാൽ ശഅബാൻ മാസം നിങ്ങൾ 30 കണക്കാക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വിഷയത്തിൽ അതാണ് ശരിയ. അപ്പൊ പിന്നെ ഒരു പ്രശ്നം, കേരളത്തിൽ മലപ്പുറം ജില്ലക്കാർ പ്രത്യേകം കാണണോ, കോഴിക്കോട് ജില്ലക്കാർ പ്രത്യേകം കാണണോ, അങ്ങനെ ഓരോ ദിക്കിലുള്ള ആളുകൾ പ്രത്യേകം കാണണോ? അതൊക്കെ ഫുഖഹാക്കടയിൽ നീണ്ട ചർച്ചകൾ. ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായി സൗദി അറേബ്യ, അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിന് കീഴിൽ എത്രമാത്രം വിദൂരമായ ദിക്കുള്ള രാജ്യമായിരുന്നാലും ശരി, അവിടെയൊക്കെ തന്നെയും അത് പരിഗണിക്കണമെന്നാണ്. നമ്മളിപ്പോൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരു സംഘടനാ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മേഖലകളിലുള്ള ആളുകളൊക്കെ അത് മാസം കണ്ടതായി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസം കണ്ടതായി പരിഗണിക്കണോ ഇല്ലയോ? ചില ആളുകൾ പരിഗണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായി തോന്നുന്നത് അല്ലാഹു ആലം, ഉമ്മു ഫദ്ലിൻ്റെയൊക്കെ ഹദീസ് വെച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോ പ്രാദേശികമായി ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും മാസം കാണുക എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ മാസം കാണൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും മാസം കാണുക എന്നുള്ളതല്ല, മറിച്ച് ഒരാൾ കണ്ടാലും മതി. റമദാൻ മാസമാണോ, ഒരാൾ കണ്ടാലും മതി എന്നാണ്. ഒരു സംഭവം നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീൺ അറബി, ഒരു ബാദിയയിൽപ്പെട്ട ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു അറബി കടന്നു വന്നു. എന്നിട്ടോ ഫഅഖ്ബറ നബിയ അന്നഹു റഅ അൽ ഹിലാൽ. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ മാസം കണ്ടിട്ടുണ്ട്. സഹായിമാരും കണ്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ മാസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി എന്താ പറഞ്ഞറിയോ? അതിപ്പോ ഒരാളല്ലടാ. അതൊന്നും പറഞ്ഞില്ല. വന്നത് പ്രമുഖനായ സഹാബിയൊന്നുമല്ല, അബൂബക്കറും ഉമറൊന്നുമല്ല, ഒരു അറാബിയാണ്. റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? فأمر النبي صلى الله عليه وسلم بلالا أن يؤذن للصيام. ബിലാലിനോട് പ്രഖ്യാപിച്ചു നോമ്പായി എന്ന വിവരം ആളുകൾക്ക് കൊടുത്തോ. ഈ ഹദീസ് ഒരു രേഖയാണ്. എന്ത്? ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസും സ്വീകരിക്കാൻ പറ്റും എന്നതിന് രേഖയാണ് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുക. അപ്പോൾ ഒരാൾ മാസം കണ്ടാൽ മതി. സത്യസന്ധനായ വിശ്വസ്തനായ യോഗ്യനായ ഒരാൾ റമദാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണം എന്നാണ് ആ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ റമദാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം വേണ്ട എന്താണ്? പ്രവാചകന്റെ നീയത്ത് ഉണ്ടാവലാണ്. അപ്പൊ ഫുഖഹാക്കൾക്കിടയിൽ ചർച്ച, ഒരൊറ്റ നീയത്ത് മതിയോ? ഓരോ ദിവസവും നീയത്ത് വേണോ? ഒന്നാമത്തെ വാക്ക് പ്രകാരം ഒരാൾക്ക് റമദാൻ, ഇപ്പൊ നാളെ റമദാൻ ഒന്നാന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന് മഗ്രിബ് കഴിഞ്ഞോട് റമദാൻ ആയല്ലോ. ഒരാൾ മനസ്സിലിങ്ങനെ, പഠിച്ചോനെ ഈ കൊല്ലത്തെ റമദാനിലൊക്കെ നോമ്പ് നോൽക്കണം എന്ന് മനസ്സിൽ അയാൾക്ക് വന്നു എങ്കിൽ ആ ഒരു മാസത്തേക്ക് ആ ഒരു നീയത്ത് മതി എന്നാണ് ഒരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ല, ഓരോ ദിവസവും നീയത്ത് വേണം എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ആളുകളും അത്താഴത്തിന് എണീക്കുന്നവരാണല്ലോ. അത്താഴത്തിന് എണീക്കുമ്പോൾ നീയത്ത് എന്താ? പടച്ചോനെ നാളത്തെ നോമ്പിനാണ് എന്നൊരു നീയത്തുണ്ടല്ലോ. ആ നീയത്ത് ഉണ്ടായാൽ മതി. അത് ഒറ്റ നീയത്തായിരുന്നാലും ഓരോ ദിവസത്തെ നീയത്തായിരുന്നാലും. സഹോദരങ്ങളെ, ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അതിമഹത്തായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ നീയത്തിൻ്റെ ചര്യ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കല്. എത്ര പഠിച്ചാലും ചില ആൾക്കാർ ഇപ്പോഴും നവൈത്തു സൗമഗതി ഈ നീയത്ത് ഇങ്ങനെ ചൊല്ലിപ്പറയും. വാപ്പാരി കുട്ടിയൊക്കെ ചൊല്ലിക്കൊടുക്കും. തറാവീഹ് കഴിഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ എന്നാ നീ നീയത്ത് ചൊല്ലിക്കോളിയും, നവൈത്തു സൗമഗതി അന്നദായി ഫർളി റംളാനി ആദി സനത്തി ഇല്ലാഹി തആല, ഇക്കൊല്ലത്തെ നാളത്തെ അതാ ആയ ഫർളായ എന്നൊക്കെ പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുക.
ഇതാണ് നീയത്ത് എന്നാണ്. ഏതുവരെ എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തൊക്കെ കുട്ടികൾ അത്താഴത്തിന് എണീറ്റുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പോകുമ്പോൾ അവിടെ ആൾക്ക് നോമ്പുണ്ടോ? ഇല്ല. എന്തേ? ഞാൻ നീയത്ത് ചെല്ലാൻ മറന്നു. അപ്പോൾ ഈ പെൽച്ചക്കണീറ്റില്ലേ? പെൽച്ചക്കണീറ്റ്, പക്ഷെ നീയത്ത് ചെല്ലാൻ മറന്നു എന്നാണ്. അപ്പം നീയത്ത് ചൊല്ലലല്ല, അതിന് നീയത്ത് ചൊല്ലുക വേറെ അറബി വാക്കാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല, അറബി ഭാഷാ പ്രയോഗവും അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി. ചൊല്ലുന്നതിന് എന്താ പറയുക? തലഫുദ് എന്നാണ്. തലഫുദ് ഉച്ചരിക്കുക എന്നാണ്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യലാണ്. നിസ്കാരത്തിന് അല്ലാഹു അക്ബർ എന്നാണ് മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്നില്ല, മനസ്സിൽ കൂടെ ഇങ്ങനെ പോവുക വിചാരിക്കുക. ഓനെ നിസ്കാരം ശരിയാവില്ല. എന്തേ? നിസ്കാരത്തിൽ ഈ ഫാത്തിഹയും റുകൂവിലും സുജൂദിലുമൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ തന്നെയും നിയ്യത്തായ പോരാ. അത് ഖിറാഅത്തും തലഫുദുമാണ്, ഉച്ചരിക്കലാണ്. ഫാത്തിഹ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാകുകയില്ല. എന്നാൽ നീയത്ത് എന്ന് പറയുന്നത് ഉച്ചാരണമല്ല, അത് മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ശാഫി മദ്ഹബിലെ വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ നീയത്തിനെ കുറിച്ച് പറയുമ്പോൾ വമഹല്ലുഹു അൽ ഖൽബ്, നീയത്തിന്റെ സ്ഥാനം അത് ഹൃദയമാകുന്നു എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിസ്കാരത്തിനും നോമ്പിനും മാത്രം നീയത്ത് മതി എന്നാണോ? കാരണം ഇത് രണ്ടുമുള്ള ചൊല്ലി പറയല്. സാധാരണക്കാർ നീയത്ത് ഉച്ചരിക്കൽ തലഫുദ് ചെയ്യല് നിസ്കാരത്തിനും നോമ്പിനുമാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. റസൂലിന്റെ ചര്യ അങ്ങനെയായിരുന്നോ? നിങ്ങൾ നിസ്കാരത്തിനും നോമ്പിനും നീയത്ത് ചൊല്ലിക്കോളിയും ബാക്കിയുള്ളതിനൊക്കെ മിണ്ടാന്നോളിയും. എന്താ റസൂൽ പറഞ്ഞത്? ഇതാ ഹദി ഇന്നമൽ അഅമാലു ബിന്നിയാതി, എല്ലാ കർമ്മങ്ങളും അതിൽ നീ ഒന്നും ഒഴിവാക്കാനില്ല. വഅൻ തറാ അഖാക ബിവജ്ഹിൻ തരീഖിൻ, സുസ്മേരവദനായി പുഞ്ചിരിയോടുകൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അതിന് പോലും നിനക്ക് കൂലിയുണ്ടെങ്കിൽ കൂലി വേണോ? നീയത്ത് നിർബന്ധം. എന്ന ഏതെങ്കിലും ഒരാള് അല്ലാഹുമ്മ ഇന്നി അബ്തസിമു അമാമ ഹാദർ റജുൽ ഇഹ്തിസാബൻ മിൻക യാ അല്ലാഹ്, പടച്ചോനെ ഞാനിത് അയാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് നിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം അറബിയിലും അതിൻ്റെ മലയാളത്തിൽ ആരെങ്കിലും ചൊല്ലലുണ്ടോ? എന്നാൽ അയാൾക്ക് കൂലി വേണ്ടേ? അപ്പം നീയത്ത് വേണ്ടേ? അപ്പൊ പിന്നെ എങ്ങനെ ഒരു പക്ഷപാതിത്വം? നിസ്കാരത്തിനും നോമ്പിനും മാത്രം നീയത്ത് ചൊല്ലലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കലും മക്കൾക്ക് ചികിത്സിക്കലൊക്കെ കൂലി വേണം, അത് മനസ്സിന് നീയത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല എന്നാണ്. ചരിത്രത്തിൽ ചില സംഭവങ്ങൾ കാണാം. ഹംബലി മദ്ഹബിലെ വളരെ പ്രഖ്യാതനായ ഒരു പണ്ഡിതനാണ് ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ പറഞ്ഞു, യാ ഷെയ്ഖ്, മഹാനവറുകളെ, ഞാൻ ഇറാഖിലെ ടൈഗ്രീസ് നദിയിൽ നിന്ന് കുളിക്കാറുണ്ട്. അങ്ങനെ കുളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വരും, പക്ഷെ എനിക്കിങ്ങനെ തോന്നുക ഞാൻ ശുദ്ധിയായിട്ടില്ല. അയാളൊരു പ്രശ്നം പറയാണ് ഒരു ഫഖീഹിനോട്, എന്താ ഇതിൻ്റെ പരിഹാരം എന്നാണ്. പുഴയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് ആ നീയത്തോടു കൂടി കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിയായിട്ടില്ലല്ലോ. ചില ഒസ്വാസ് രോഗികളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? എന്നാലും പ്രശ്നമല്ല കേട്ടോ, അനക്ക് പ്രശ്നമല്ല, അല്ല എന്തു ശരിക്ക് നിസ്കരിക്കണ്ട, അനക്ക് നിസ്കാരം നോമ്പൊന്നുമില്ല. അപ്പോൾ അതെന്താ വേണ്ടാത്തത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിയൽ അഖ്ലാമു അൻ സലാത്തിൻ, 3 വിഭാഗം ആളുകൾക്ക് മതശാസ്ത്ര നിർബന്ധമില്ല. അതിലൊന്ന് മജ്നൂൻ, അഭ്രാന്തനാണ്. ആ നിലക്ക് ഒരു പുഴയിൽ പോയി മുങ്ങിക്കുളിച്ച് നീയത്തോടു കൂടി കുളിച്ചിട്ടും ശുദ്ധിയായിട്ടില്ല, വൃത്തിയായിട്ടില്ല, ശരിയായില്ല നിനക്ക് തോന്നുകയാണെങ്കിൽ നിനക്ക് ഭ്രാന്താ, നിനക്ക് ഒരു നിസ്കാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞതായി ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് എല്ലാതും മനസ്സിലുണ്ട്, എന്നിട്ടോ ചൊല്ലി പറഞ്ഞിട്ടില്ല, അതോടെ നോമ്പില്ല എന്നുള്ളത് ഇതിന് സമാനമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? നീയത്ത് ഉച്ചരിക്കലല്ല, മനസ്സിലുണ്ടാകലാണ്. സഹോദരങ്ങളെ, അത്താഴം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലുള്ള ചൊല്ലി എന്താണ്? റസൂൽ പറഞ്ഞു, അത്താഴം കഴിക്കണമെന്നാണ്. എത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നാലും എനിക്കതിനൊന്നും ആവശ്യമില്ല, ഞാൻ നല്ല ആരോഗ്യമുണ്ടെന്ന് പറയരുത് എന്നാണ്. ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല,
ഈ അത്താഴത്തെ സഹൂറിനെ കുറിച്ച് വന്ന ഹദീസ് എത്രയാണെന്നോ, ധാരാളം ഹദീസുകൾ. ചില ഹദീസ് റസൂൽ പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ്, നമ്മളും മറ്റ് അഹ്ലി കിതാബുകാരും തമ്മിലുള്ള നോമ്പിന്റെ ഒരു വേർതിരിവ് അക്ലത്തുസ്സഹരി, നമ്മൾ അത്താഴം കഴിക്കുന്നതാണ്. അതാ ആ വിഷയത്തിൽ റസൂലിന്റെ സുന്നത്ത്. അത് മനസ്സിലാക്കിയ ഒരാൾ എനിക്ക് അത്താഴം വേണ്ട, ഞാൻ കിടന്നുറങ്ങാണ് എന്ന് വല്ല കുട്ടികൾക്കും പറയാൻ സാധിക്കുമോ? പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അതേപോലെ റസൂൽ ഒരു കർശനമായ രൂപത്തിൽ പറഞ്ഞു, അസ്സഹൂർ അക്ലത്തുൻ ബറക, അത്താഴം കഴിക്കൽ അത് ബറക്കത്താണ്. ഫലാ തദഊഹു, ഒരിക്കലും നിങ്ങൾ അതിൽ ഉപേക്ഷ വരുത്തരുതേ എന്നാണ്. ഏതുവരെ എന്നറിയോ? വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല, എന്നാലോ വലൗ അൻ യജ്റഅ അഹദുകും ജർഅ മിമ്മ, ഒരു മുറുക്ക് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം അതെങ്കിലും കുടിക്ക്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും. എന്തെന്നറിയോ? ഫഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹു സ്വലാത്ത് നേരുന്നു, മലക്കുകൾ സ്വലാത്ത് നേരുന്നു. ആർക്ക്? സഹൂർ കഴിക്കുന്ന, അത്താഴം കഴിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രവാചകന്റെ ചര്യ സ്വീകരിക്കുന്ന ആളുകൾ അത്താഴം കഴിക്കാൻ ഒരിക്കലും മടി കാണിക്കണ്ട. എന്ന് പറയുമ്പോൾ ഉള്ളതൊക്കെ കൂടെ വാരി വലിച്ച് കഴിക്കണം എന്നല്ല. ഇസ്രാഫും തബ്സീറും ഒന്നും പാടില്ല എന്ന് ഇസ്ലാം ഖുർആനൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്നതാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിലുള്ള ഹദി എന്തെന്നറിയോ? ഇനിയിപ്പോൾ ആ ഹദി എടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അന്നിപ്പോൾ ചോറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അന്നത്തെ റസൂലിന്റെ ചര്യ എന്താ? നിയമ സഹൂറുൽ മുഅ്മിനി അത്തംറു, ഒരു മുഅ്മിന് അത്താഴമായിട്ട് കാരക്ക എത്രമാത്രം നല്ലതാണ് എന്നാണ്. കാരക്ക കഴിക്കുക, ഒരു 7 കാരക്ക. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഒരാൾ 7 കാരക്ക കഴിച്ചു കഴിഞ്ഞാൽ സുമ്മും സിഹറൊന്നും ബാധിക്കൂല എന്നല്ലേ. അപ്പോൾ 2 സുന്നത്തിനും കിട്ടിക്കോളും. ഒരു 7 കാരക്കം കഴിച്ചോളൂ, അത് മതി. ചില ആൾക്ക് തോന്നും മതിയോ എന്നുള്ളത്. നിങ്ങൾ പ്രാക്ടിക്കലാക്കി നോക്കി, അത് ധാരാളം, അത് തന്നെ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത് റസൂലിൻ്റെ ചര്യ ഇങ്ങനെയാണ്, ആ വിഷയത്തിൽ നമ്മൾ അങ്ങനെയാണ് സുന്നത്ത് എടുക്കേണ്ടതെന്നാണ്. സഹൂറിനെ കുറിച്ച്, അത്താഴത്തെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കണം. വളരെ നേരത്തെ അത്താഴം കഴിക്കുക. തറാവീ കഴിഞ്ഞ് കുറച്ചൊക്കെ ഖുർആൻ ഓതി ഇനിയിപ്പോൾ സുബൈക്കാണ് എണീക്കുക. അതുകൊണ്ട് അത്താഴം ഇപ്പം തന്നെ കഴിക്കുക, ഒരു 12:30 1 മണിക്കൊക്കെ കഴിക്കുക. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. പഴയ കാലത്തൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാളുണ്ടാവും. 1 മണിക്കും 2 മണിക്കൊക്കെ വാള് കഴിയുക. അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത്താഴം കഴിച്ച് ഒരൊറ്റ ഉറങ്ങല, ചിലപ്പോൾ സുബഹി കിട്ടൂല. അങ്ങനെ ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്തായിരുന്നു? സഹൂർ വൈകിപ്പിക്കുക എന്നാണ്. സഹൂർ വൈകിപ്പിക്കുക എന്നാണ്. മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഖുർആൻ എഴുതിയ സഹാബിയാണല്ലോ, റസൂലിന്റെ വഹി എഴുത്തിയാൽ പ്രമുഖനാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ജൂതന്മാരുടെ ഭാഷ മനസ്സിലാക്കിയ പഠിച്ച സ്വഹാബിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ചെറിയ സ്വഹാബിയായിരുന്ന പ്രവാചകന്റെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് പറയുന്നു, തസഹർനാ, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചു, ഈ കാരക്ക കഴിച്ചു. അങ്ങനെ ഫലമ്മാ ഫറഗനാ മിനസ് സഹരി, അത്താഴം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ചോദിക്കുക, എത്ര ടൈം ഉണ്ടായിരുന്നു? അന്നത്തെ കാലത്തൊക്കെ വാച്ച് നോക്കിയിട്ടല്ല, മറിച്ച് ഇത്ര ആയത്ത് ഓതുന്ന സമയം, ഒരു 50 ആയത്ത് ഓതുന്ന സമയമായിരുന്നു പ്രവാചകന്റെ അത്താഴത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. പരമാവധി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതുവരെയൊക്കെ അത്ര വൈകിപ്പിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം കഴിക്കാൻ പറ്റില്ല. പറ്റും. എത്ര വരെ കഴിക്കാൻ പറ്റും? ഫകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ, ഇരുട്ടാകുന്ന കറുത്ത നൂലിൽ നിന്നും പ്രഭാതമാകുന്ന ഫജ്റാകുന്ന വെളുത്ത നൂൽ വേർതിരിയുന്നത് വരെ കൂലു വശ്റബു, തിന്നോളിയും കുടിച്ചോളിയും. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് സംസർഗത്തിലൊക്കെ ഏർപ്പെടാം എന്ന് പറഞ്ഞു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് സുബ്ഹിക്ക് റമദാനിൽ 2 ബാങ്ക് ഉണ്ടാവും. ആദ്യം ബിലാൽ ബാങ്ക് കൊടുക്കും, എണീറ്റോളിയും അത്താഴം കഴിച്ചോളിയും സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുണ്ട്. രണ്ടാമത്തെ ഒരു വാക്ക്, സുബഹി ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ, ഫജ്റായി ആയി കഴിഞ്ഞാൽ
അപ്പോ ബാങ്ക് കൊടുക്കാൻ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണൂല. അപ്പോ അദ്ദേഹം എങ്ങനെ ബാങ്ക് കൊടുക്കുക? സമയമായി, ഫജ്റായി എന്നുള്ള സമയം പിന്നെ അത് പറഞ്ഞു കൊടുക്കും. ഫൈനഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലുഅൽ ഫജ്ർ, ഫജ്റായി കഴിഞ്ഞാലേ അദ്ദേഹം ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉമ്മി മക്തൂമിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾക്ക് തിന്നാം കുടിക്കാം എന്നാണ്. അപ്പോൾ ഇത് ചര്യയിൽപ്പെട്ടതാണ്. കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ, നോമ്പ് തുറക്കുന്നതില്ല നബിൻ്റെ ചര്യ എന്താണ്? ചില ഉമ്മാര് പറയും ആ ബാങ്ക് കേട്ടു, പക്ഷെ നമുക്ക് മറ്റേ ബാങ്ക് അതിനൊരു 3-4 മിനിറ്റ് കൂടെ അതും കൂടി കൊടുക്കട്ടെ. കുട്ടികളായി നമ്മളെ ബാങ്കല്ല മറ്റോലെ ബാങ്കാണ് മിക്ക നോമ്പ് തുറ സൽക്കാരങ്ങളുള്ളതാണ്. ഇവിടെ ആരുടെ ബാങ്ക് എന്നുള്ളതല്ല, ഏത് പള്ളിയിലത്തെ ക്ലോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയും, അല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചു വെക്കും, അല്ലെങ്കിൽ കേടാകും. അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സമയമായോ എന്നാണ്. സമയമായോ എന്നാണ്. ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജിലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കുമെന്നാ റസൂൽ പറഞ്ഞത്. മറ്റൊരു വസ്വാസുര കുറച്ചും കൂടി കഴിയട്ടെ, വേഗണത് വരെ നിന്നു, ഇനി ചൂടാറുന്നത് വരെ നിന്നൂടെ എന്ന് ചില ആൾക്കാർ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിലങ്ങനെ ചൂടാറുന്നത് വരെ നിൽക്കാൻ പാടില്ല. സമയമായോ എങ്കിൽ ഇപ്പോൾ നമ്മുടെ ജാമിഉൽ ഹിന്ദ് ഇസ്ലാമിയുടെ കലണ്ടർ അത് കറക്റ്റ് കലണ്ടറാണ്. മറ്റു ചില ആളുകൾ സുബഹി നിസ്കാരം കുറച്ച് 8 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ കൊടുക്കും, എന്നാൽ മഗ്രിബോ ഒരു 3-4 മിനിറ്റ് വൈകി കൊടുക്കും. എന്താ ഒരു ന്യായം പറയുന്നത്? അത് ശരിയാണെന്ന് അല്ല, ഒരു സൂക്ഷ്മതക്ക്, എന്താണ് സൂക്ഷ്മതക്ക് വേണ്ടി കുറച്ചും കൂടിയാണ് വൈകിപ്പിച്ചൂടെ എന്നാ. ആ വിഷയത്തിൽ റസൂലിന്റെ ഹദി എന്താണ്? ലാ യസാലുന്നാസു ബിഖൈരിൻ, സമയമായോ എങ്കിൽ അതാ ഉടനെ നോമ്പ് തുറക്കണമെന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ. സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർക്കറിയാം, ഷിയാക്കള് പരിചയപ്പെട്ടിട്ടുണ്ട്. ഷിയാക്കള് നമ്മൾ നോമ്പ് തുറക്കണ നേരത്തൊന്നും ഒരു നോമ്പ് തുറക്കൂല, അവർ പിന്നെയും കുറേ ഇങ്ങനെ നീട്ടിക്കൊണ്ടോ ഈ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ. അല്ലെങ്കിലും പല ആളുകൾക്കും ഷിയാക്കളോടാണല്ലോ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഒക്കെ ബന്ധമുള്ളത്. അപ്പോൾ അങ്ങനെ ഷിയാക്കൾ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാറുള്ളത് എന്ന്. ഇനി ഇതിലുള്ള ഒരു അപകടം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഏത്? സുബഹി ബാങ്ക് സൂക്ഷ്മതയുടെ പേരിൽ 8-10 മിനിറ്റ് നേരത്തെ കൊടുക്കുന്ന ആളുകൾ വളരെ ഗൗരവമായ ഒരു അപകടം ചെയ്യുകയാണ്. പല ഉമ്മാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രികാലത്ത് ഇനി സുബഹിസ്കരിച്ചിട്ട് ഉറങ്ങാം എന്ന് വിചാരിച്ച് അത്താഴം കഴിച്ച് ആ മുസല്ലിയിൽ തന്നെ നിസ്കാരക്കുപ്പായിട്ട് ഇങ്ങനെ ഓത്തയിക്കാരം. ഈ 8 മിനിറ്റും 10 മിനിറ്റും നേരത്തെയുള്ള ബാങ്ക് കേട്ടുകൊണ്ട് ഇതാ സമയമായി എന്നവർ മനസ്സിലാക്കി ഒറ്റ നിസ്കാരയിക്കാരം. ആ 2 റക്അത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അടുത്ത ബാങ്ക് വരുന്നത്. അപ്പോൾ ഇവർ നിസ്കരിച്ച് ഏത് സമയത്താണ്? സമയമാകുന്നതിന് മുമ്പ് നിസ്കരിച്ച്. നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് സമയമാകൽ. സമയമായി കഴിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ എത്ര ഭയഭക്തിയോടുകൂടി നിസ്കരിച്ചാൽ അള്ളാഹ് അത് കബൂലാക്കൂല, കാരണം സമയമായിട്ടില്ല. എങ്കിൽ ഈ 8 മിനിറ്റും 10 മിനിറ്റും നേരത്തെ ബാങ്ക് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സുബഹി നിസ്കരിച്ചാൽ, നോമ്പിൻ്റെ കാര്യമാണ് നിൽക്കട്ടെ, സുബഹി നിസ്കരിച്ചാൽ നിസ്കാരം എങ്ങനെ ശരിയാവും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല എന്നാണ്. ഏത്? സമയമാകുമ്പോൾ പിന്നെ പിന്തിപ്പിക്കാൻ പാടില്ല. നോമ്പ് തുറക്കാൻ അത്താഴമാകട്ടെ അത് പരമാവധി വൈകിപ്പിക്കുക. ഇതാണ് ആ വിഷയത്തിലുള്ള റസൂലുള്ളാഹിയുടെ ചര്യ എന്നാണ്. കുടുംബമായി ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയം ഭാര്യ ഭർത്താക്കന്മാരാണ്. റമദാനിന്റെ പകൽ സമയത്തുള്ള ശാരീരിക ബന്ധം അതീവ ഗുരുതരമാണ്, കഫാറത്ത് കൊടുക്കേണ്ടതാണ്. നോമ്പ് നഷ്ടമായി, ആ നോമ്പ് ഖളാ വീട്ടണം. പ്രായശ്ചിത്തം എന്നുള്ളതിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിന് സാധ്യമല്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ 60 പാവപ്പെട്ട ആളുകൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കണം. ഇത്ര ഗൗരവമാണ്. എന്നാൽ റമദാനിൻ്റെ സഹായിമാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, റമദാന്റെ രാത്രികാലങ്ങളിലും ഭാര്യമാരുമായുള്ള സംസർഗം നിഷിദ്ധമാണെന്ന്. എന്നാൽ സൂറത്ത് അൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകളിൽ റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പ്രഖ്യാപിച്ചപ്പോൾ
അതിൽ പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യമാരുമായി രാത്രികാലങ്ങളിലെ സംസർഗം അനുവദിക്കപ്പെട്ടതാണ് എന്ന്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്ന വേളകളിൽ നിങ്ങൾ ഭാര്യമാരുമായുള്ള ബന്ധങ്ങൾ സംസർഗങ്ങളും പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഒരാൾ സുബഹി ബാങ്ക് കൊടുത്തു, കുളിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. എന്താ വിഷയത്തിൽ പ്രവാചകന്റെ ശരിയ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇൻ കാന ലയുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ ഗൈറ ഇഹ്തിലാമിൻ സുമ്മ യസൂമുഹു. റസൂലുള്ളാഹ് ഭാര്യമാരുമായി ബന്ധപ്പെട്ട് വലിയ അശുദ്ധിയായി കഴിഞ്ഞു, എന്നിട്ടോ ഇഹ്തിലാമല്ല, സ്വപ്നസ്ഖലനമല്ല, എന്നിട്ടും റസൂൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാ. അപ്പൊ രാത്രികാലത്ത് ഭാര്യ ഭർത്ത ബന്ധത്തിലായി വലിയ അശുദ്ധിയായി, പക്ഷെ സുബിയാകുന്നതിന് മുമ്പ് കുളിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ എക്കിഷക്ക് പടച്ചോനെ ഇന്നത്തെ നോമ്പ് നോൽക്കാൻ പറ്റുമല്ലേ, ഇന്ന് കിട്ടുമല്ലേ, കുളിച്ചിട്ടില്ലല്ലോ, ആരും ഒരു ഇഷ്കാലാകണ്ട എന്നാണ്. മറിച്ച് എന്താണ്, കുളിക്കേണ്ടത് നോമ്പിനല്ല, കുളിക്കേണ്ടത് നമസ്കാരത്തിന് വേണ്ടിയാകുന്നു എന്നാണ്. ഒരു സഹാബി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന തദ്റുകുനി സ്വലാത്തു വഅന ജുനുബുൻ ഫഅസും, അദ്ദേഹത്തിന്റെ വിഷയം പറഞ്ഞു, നബി ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയമായി എന്താണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, എനിക്കും എങ്ങനെ വഅന തുദ്രികുനി സ്വലാ, എനിക്കും സുബഹിസ്കാരത്തിന്റെ സമയമാകും, വഅന ജുനുബുൻ, ഞാൻ വലിയ അശുദ്ധിയിലാണ്, കുളിച്ചിട്ടില്ല, എന്നിരുന്നാലും ഫഅസൂമു, ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്ന്. അപ്പൊ ആ വിഷയത്തിലുള്ള ഒരു സംശയം വേണ്ട, റസൂലിന്റെ ചര്യ ആ രൂപത്തിലാവുന്നു എന്നാണ്. ഭാര്യമാരെ സ്പർശിക്കുക, ചുംബിക്കുക, ആ വിഷയത്തിലുള്ള പ്രവാചകന്റെ ചര്യ എന്താണ്? അതൊക്കെ ഹലാലാണ് എന്നാണ്, ഹലാലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യുഖബ്ബിലു വഹുവ സ്വായിമുൻ, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചിരുന്നു. വയുബാശിറു വഹുവ സ്വായിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ സ്പർശിച്ചിരുന്നു. ഇത് പറഞ്ഞിട്ടൊരു വാക്ക് പറയുന്നുണ്ട് കേട്ടോ, വലാകിൻ അംലകുകും ലിറബി, അല്ലാഹു റസൂൽ വികാരത്തെ കടിച്ചമർത്താൻ കഴിയുന്ന ആളായിരുന്നു എന്നാണ്. ഈ ഹദീസ് എടുത്തുകൊണ്ട് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു സാധാരണ രൂപത്തിലുള്ള സ്പർശനവും ചുംബനവും വൈകാരികമല്ല എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. അതല്ല, വൈകാരികമാണ്, അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുമെങ്കിൽ അങ്ങനെയുള്ള ആൾ ഈ ഏർപ്പാടിനൊന്നും പോകാൻ പാടില്ല എന്നാണ്. ആ വിഷയത്തിൽ അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? റമദാനാകുമ്പോൾ ചില ഉമ്മമാർക്കൊക്കെ വീട്ടിലത്തെ ചില വല്യാപ്പാരെ കൊണ്ട് വല്ലാത്ത പ്രയാസമാണ്. നോമ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോമ്പ് നോറ്റ് കഴിഞ്ഞ കാക്കാക്ക് എന്തൊക്കെയോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നമാണ്. പരാതിയോട് പരാതി, വഴക്കോട് വഴക്ക്, മൂക്കത്ത് ദേഷ്യമാണ്, ചില ആളുകൾക്ക് പരാതിയാണ്. ശരി, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരി എന്താണ്? കാന ഖുലുഖുൽ ഖുർആൻ. നമ്മുടെ ഉമ്മ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് ഖുർആനാകുന്നു. എന്താ ഖുർആന്? നബിന്റെ സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളയാണ്. ആ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹ്ക്കാണ്. അള്ളാഹു പറയും, നബിയെ നിങ്ങൾ അതിമഹത്തായ, ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന് പറഞ്ഞത്. അത് റമദാനാണെങ്കിലും റമദാനല്ലാത്ത കാലത്തായിരുന്നാലും ശരി, റസൂലിന്റെ സ്വഭാവം അങ്ങനെ. അപ്പൊ റമദാനാകുമ്പോൾ ഒരു പ്രത്യേക ദേഷ്യം, റമദാനാവും പ്രത്യേകമായ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കൽ, ഇതൊന്നുമില്ലായിരുന്നു. ആരിസ് മൗലവി ഇൻഷാ അല്ലാഹ് വിഷയമായി എന്താണ് റമദാൻ കൊണ്ട് കിട്ടാൻ പോകുന്നത്, നാവിനെയും മനസ്സിനെയും ശരീരത്തെയും കണ്ണിനെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന ഈ വിഷയം ഇൻഷാ അല്ലാഹ് സംസാരിക്കും. സഹോദരങ്ങളെ, ചില ആളുകൾ പറയാറുണ്ട്, നോമ്പായി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ലൊന്നും തേക്കാൻ പറ്റൂല.
എന്താ ഒരു പറയാൻ കാരണം? റസൂൽ പറഞ്ഞല്ലോ, ലഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായിലൂടെ വരുന്ന ദുർഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഉച്ചവരെയൊന്നും വല്ലാതെ ദുർഗന്ധം ഉണ്ടാവും. ഉച്ചയായി കഴിഞ്ഞാൽ ഇങ്ങനെ വയറ് പുകഞ്ഞ് വായിക്കൂടെ ദുർഗന്ധം വരും. അതുകൊണ്ട് ആ ദുർഗന്ധം കളയേണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് പല്ലേക്കാൻ പാടില്ല. അത് കറാഹത്താണ് എന്ന് പറയാം. ആ വിഷയത്തിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിഷയത്തിലും അതിലൊക്കെ റസൂലിൻ്റെ ചര്യയാണ് നമ്മൾ നോക്കേണ്ടത്. പൊതുവെ അടിസ്ഥാനപരമായി ലൗല അൻ അശുക്ക അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഓരോ ഉളൂവിൻ്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഓരോ നമസ്കാരത്തിൻ്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ള പറയാണ്. ഇത് പറഞ്ഞ റസൂല് കൂട്ടരെ റമദാനായി കഴിഞ്ഞ് ഞങ്ങൾ പല്ല് തേക്കരുത് കേട്ടോ, അത് കറാഹത്താണ് കേട്ടോ എന്ന് പഠിപ്പിച്ചിട്ടില്ല. എങ്കിൽ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം അത് സുന്നത്താണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി പല്ല് തേച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളും നോമ്പ് മുറിയുമെന്ന് ധാരണയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടേക്ക് അടിസ്ഥാനം നോക്കിയാൽ മതി. ചില ആൾക്കാർ പറയും പുഴയിൽ നീന്താൻ പാടില്ല, കുളത്തിൽ മുങ്ങാൻ പാടില്ല, വെള്ളത്തിൽ ഇരിക്കാൻ പാടില്ല, പുക്കളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറും, അങ്ങനെയൊക്കെ വെള്ളം കയറും പാടില്ല, നോമ്പ് മുറിയും, അങ്ങനെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ നോക്കാൻ പാടില്ല, ഉച്ച കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പാടില്ല, നല്ല കൂളായ AC-യിൽ പോയി ഇരിക്കാൻ പാടില്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആ വിഷയത്തിലുള്ള അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ അദ്ദേഹം കൊടുക്കുകയാണ്, ബാബു ഇഖ്തിസാലി സ്വായിം, നോമ്പുകാരന് കുളിക്കാം എന്ന് പറയുന്ന അധ്യായം. ഇത് കൊടുത്തിട്ട് മുൻഗാമികളായ സ്വഹാബിമാരും താബിഈങ്ങളുമായ പല പ്രമുഖരുടെയും ഹദീകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അസൗമൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം നനച്ച് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിട്ടു. അദ്ദേഹം നോമ്പുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം തണുപ്പിക്കാം എന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ അറിയോ, നോമ്പ് ഒരു ഇടങ്ങേറാക്കുക എന്നാണ്, എന്നാലേ നോമ്പാകുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പടച്ചോൻ പറഞ്ഞതെന്നറിയോ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു കൂട്ടരെ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, എളുപ്പം മാത്രം. വലാ യുരീദു ബികുമുൽ ഉസ്ർ, ഞെരുക്കം, പ്രയാസപ്പെടുത്തൽ, ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടിപ്പിക്കുക ഇല്ല. അൽഹംദുലില്ലാ, മഗ്രിബ് വാങ്ങി കൊടുത്ത നോമ്പ് തുറന്നോളി എന്ന് പറഞ്ഞില്ലേ അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ചിലപ്പോൾ 2-3 ദിവസം, റസൂലിൻ്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടാണ് 3 ദിവസമൊക്കെ തുടർച്ചയായി സൗമുൽ വിസാൽ എന്നാണ്, അങ്ങനെ നോമ്പ് നോറ്റി. നമുക്ക് ഹറാമാണ്, പാടില്ലാത്തതാണ്. അപ്പോൾ ഇടങ്ങേറാക്കലല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശം. ഇമാം ഷാബി താബിഈങ്ങൾപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം നോമ്പുകാരനായിരിക്കെ ബാത്റൂമിൽ പ്രവേശിച്ചിരുന്നു, കുളിച്ചിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ അൻ യതതഅമൽ ഖിദ്റ, ചട്ടിയിൽ ഇങ്ങനെ രുചി നോക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. മഹാനായ ഹസൻ ബസരി പറഞ്ഞു, ലാ ബഅസ ബിൽ മദ്മദ, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് തെറ്റല്ല ഒരു നോമ്പുകാരനെ കൊണ്ട്. വലിത്തബറുദിൽ സായിം, നോമ്പുകാരൻ ശരീരം തണുപ്പിക്കുന്ന കുറ്റകരമല്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നോമ്പുകാരനായിരിക്കുമ്പോൾ ശരീരത്തിൽ എണ്ണ തേച്ചുകൊണ്ടും മുടി ചീകിക്കൊണ്ടും ഒക്കെ പുറത്തിറങ്ങാറുണ്ടായിരുന്നു. അത്ര ഉപയോഗിക്കാൻ പറ്റും, എണ്ണ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ധാരാളം ഉദ്ധരണികൾ. നബി സല്ലല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യസ്താഖ് അവ്വലൻ നഹാർ, റമളാനായിരിക്കെ നോമ്പുകാരനായിരിക്കെ പകലിൻ്റെ ആദ്യത്തിലും പകലിൻ്റെ അവസാനത്തിലും ദന്തശുദ്ധി വരുത്തുമായിരുന്നു. വലാ യബ്ലഉ റിഖു, പക്ഷെ അതിൽ ഉമിനീര് ഇറക്കുമായിരുന്നില്ല, തുപ്പുമായിരുന്നു എന്നാണ്. അതേപോലെ ഇങ്ങനെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ലാ ബഅസ ബിസ്സിവാകി റത്ബി,
അറാക്ക് കൊണ്ടാണല്ലോ പല്ല് തേക്കുക. അപ്പോൾ ഉണങ്ങിയ അറാക്കല്ല, നല്ല പച്ചപ്പുള്ള അറാക്ക് കൊണ്ട് പല്ല് തേച്ചാലും യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് ടേസ്റ്റ് ഉണ്ടാവൂലേ എന്ന് പറഞ്ഞപ്പോൾ അൽമാ ഉലഹത്വം, വെള്ളത്തിന് അതിൻ്റെ ടേസ്റ്റ് ഇല്ലേ? നിങ്ങൾ വെള്ളം കുപ്പിളിക്കുന്നില്ലേ? അതേപോലെ കുളിക്കുമ്പോഴും ഒന്നുണ്ടാക്കുമ്പോൾ വെള്ളം കുപ്പിളിക്കുന്നില്ലേ? അതിനൊരു ടേസ്റ്റ് ഇല്ലേ? അത് നിങ്ങൾ നോമ്പ് മുറിയുന്നുണ്ടോ? ഇല്ല എന്നാണ്. അതേപോലെ അനസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നഹഈ, സഹാബിമാരും താബീങ്ങളും അവരൊക്കെ പറയുന്നു, കുഹിലിട്ട് കഴിഞ്ഞാൽ ഈ സുറുമ ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്നും നോമ്പ് കാരണം യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ സമയം കഴിയാറായി. ഇനിയും ഈ വിഷയത്തിൽ നോമ്പിൽ റമദാനിൽ റസൂലിൻ്റെ ധാരാളം ഹദീസ്. ഒരൊറ്റ കാര്യം കൂടെ, ചില ആൾക്കാർ റമദാനായി കഴിഞ്ഞാൽ ഒരു പണിക്കും പോവില്ല, അങ്ങനെ ഉറങ്ങി തൂങ്ങി. അതല്ല ആ വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ പലതും നടന്നത്. ഒന്നാമത്തെ റമദാൻ നിർബന്ധമാക്കിയെന്നാണ്, നോമ്പ് നിർബന്ധമാക്കി റമദാന് ഏത് മാസം? ഹിജ്റ 2-നാണ്. അത് ആ വർഷത്തിൽ അതേ റമദാനിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. മക്കം ഫതഹിന് വേണ്ടി പോണത് റമദാൻ. ആറോളം യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള ഈ റമദാൻ മാസത്തിലാണ് എന്ന് മനസ്സിലാക്കണം. മദീനയിലെ മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ എന്ന ഉപദ്രവത്തിൻ്റെ ഓഫീസായിരുന്ന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊളിച്ചു നീക്കിയത് ഈ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. അങ്ങനെ പല ശ്രമകരമായ പല ജോലികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച് റമദാൻ മാസത്തിലായിരിക്കെ റമദാനിൽ പ്രവാചകന്റെ ചര്യ ഇങ്ങനെ ഉറങ്ങിത്തൂങ്ങല്ല, മറിച്ച് അധ്വാനിക്കേണ്ട അധ്വാനങ്ങളൊക്കെ ഇബാദത്തുകൾ എത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു, വാരിക്കോരി റസൂലുള്ള ചെലവഴിക്കാറുണ്ടായിരുന്നു. അല്ലേ? വഫാത്താകുമ്പോൾ അന്നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പണയം വെച്ച റസൂലുള്ള അതിനെ തൊട്ട് ഏതാനും മാസങ്ങൾ മുമ്പ്, തൊട്ട് വർഷത്തെ റമദാനിൽ, ആ റമദാനിൽ പോലും കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ദാനധർമ്മം നടത്തിയിരുന്നുവെങ്കിൽ, എത്തിക്കാഫിരുന്നുവെങ്കിൽ, വഫാത്തായ വർഷം 20 ദിവസം എത്തിക്കാഫിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് അതിമഹത്തായ മാതൃകയുണ്ട്. പ്രവാചകന്റെ റമദാനിൽ അതിമഹത്തായ മാതൃകയുണ്ട്. പ്രവാചകന്റെ നോമ്പിൽ അതിമഹത്തായ മാതൃകയുണ്ട്. ചുരുക്കത്തിൽ ഈ റമദാൻ നമുക്ക് ജയിക്കാൻ സാധിക്കണം. ഈ റമദാൻ കൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ സാധിക്കണം. അതിന് ഓരോരുത്തരും അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, എത്രത്തോളം ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ഇബാദത്തുകൾ നാവുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ചെലവഴിച്ച് അധ്വാനിച്ച് റബ്ബിലേക്ക് അടുക്കുക. എങ്കിലേ പ്രവാചകന്റെ ഹദീസ് സ്വീകരിച്ച ആളുകളായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. നാളെ പരലോകത്ത് സ്വർഗക്കാർക്ക് മാത്രം പ്രവേശിക്കാനുള്ള റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭാര്യമാരെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്താനുള്ള സൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.